അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെസ്സി ജോർജ്. ഞാൻ മലമ്പുഴ ഇടവകമാണ്. എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു 5 വർഷമായിട്ട് ഒരു കേസിൽ സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് കോടതി നടക്കുകയായിരുന്നു. ഞാനത് അച്ഛനോട് പറയും, അച്ഛനടുത്ത് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അതേപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മരിയൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അതോടൊപ്പം തന്നെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകത്തിലെ എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ മേശയ 49, 24, 25 വചനം, പിന്നെ മറ്റു പല വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വചനങ്ങളെല്ലാം ഒരുപാട് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ ബ്രിജിത്താമ്മയുടെ ആ പ്രാർത്ഥനകളും എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു. ബ്രിജിത്തയ്ക്ക് ഈശോ വെളിപ്പെടുത്തിക്കൊണ്ട പീഡാനുഭവ ചരിത്രം വായിക്കുമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രയറുകൾ ചെല്ലുമായിരുന്നു. യെശയ്യ 49, 24, 35, യെശയ്യ 33, 22, യെശയ്യ 43, 14, 21, 2 മക്കബർ 3, 39, 2 മക്കബർ 8, 18 എന്നീ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുമായിരുന്നു. യാക്കോബ് സ്ലീഹായുടെ നവനാൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ കേസ് അതിന് ലാസ്റ്റ് വന്നപ്പോൾ കോടതിയിൽ അത് തീരുമാനമായി. അപ്പോൾ അവരത് കേസ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾക്ക് കേസ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരോട് ക്ഷമിച്ച് അച്ഛൻ പറഞ്ഞു വരുന്നു. അപ്പോൾ അതുപോലെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി അവരെ തലമുറകളെയും മക്കളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ഈ കേസ് ഇപ്പോൾ അവർ കോടതിയിൽ പിൻവലിച്ചു. അവർ ആ കോടതി ചെലവുകളെല്ലാം അവർ തന്നെ നമ്മളുടെ അടുത്ത് അതൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം അവരോട് തന്നെ പറഞ്ഞ് അവർ ആ കോടതി ചിലവുകളോട് കൂടി തന്നെ അവർ കേസ് പിൻവലിച്ചു. അങ്ങനെ കേസ് പിൻവലിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവർ നേരിട്ട് വന്നു അല്ലേ? നേരിട്ട് വന്നു. പിന്നെ വേറെ ചെറിയൊരു ഭീഷണി പറഞ്ഞു. വേറെ ആളെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ വന്ന് ഭീഷണിപ്പെടുത്തും. ഗവൺമെൻറ് ആളുകളെ കൊണ്ടുവരും, സ്ഥലമൊക്കെ അളക്കും, എന്നിട്ട് പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്രിസ്ത്യാനിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചേച്ചി വീണ്ടും ഓടി ഇവിടെ വന്നു. അല്ലേ? കോടതിയിൽ നിന്ന് ഒരു കേസ് പിൻവലിക്കുന്നതിൻ്റെ കാരണം എന്താ? നിലനിൽപ്പില്ലാത്തതുകൊണ്ട്. കോടതിയിൽ നിന്ന് അത് പിൻവലിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ ചേച്ചി വീണ്ടും പേടിയാണ്. ഞാൻ പറഞ്ഞു ഈ വചനം തന്നെ ഉച്ചരിക്കാൻ പറഞ്ഞു. പിന്നെ വന്നോ? പിന്നെ പറഞ്ഞു ചേച്ചി പറയണം ചേട്ടൻ ഉള്ളപ്പോൾ കേസ് തുടങ്ങിയതാ. ചേട്ടൻ മരിച്ചു പോയിട്ട് 1-2 വർഷമായി. ഇപ്പോഴും 1.5 വർഷമായി. ഇവരുടെ അകന്നൊരു ബന്ധു തന്നെയാണ്. പക്ഷെ ആ വഴിക്ക് വേണ്ടി, ആ സ്ഥലത്തിന് വേണ്ടി അവർ തമ്മിൽ വഴക്കൂടുന്ന സ്ഥലത്തിൻ്റെ മേഖല ഉണ്ടായിരുന്നു. ഈ ചേച്ചി പറഞ്ഞു ഞാൻ തന്നെ ജീവിക്കുന്നത് പറഞ്ഞു. അതിനുശേഷം ഇതേവരെ അവർ വന്നിട്ടില്ല. ആ കേസ് 5 വർഷത്തേക്കാളും കൂടുതൽ ഒരു 50 വർഷത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഈ വചനങ്ങൾ അതുകൊണ്ടാണ് പറയണത്. യെശയ്യ 49, 24, 27, 25, യെശയ്യ 33, 22, യെശയ്യ 43, 14, 21. സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ ആ വചനം ഉച്ചരിച്ച് ആവർത്തിക്കും. 2 മക്കബർ 3, 31. സ്ഥലത്തിൻ്റെ മേലിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ വിട്ടുപോകാനാം. ഒപ്പം 2 മക്കബർ 8, 18 സാത്താനെ തകർക്കാനുള്ള അല്ലേ? അതിനുശേഷം കേസ് ഇപ്പോൾ ഇല്ല, സ്വതന്ത്രമായി അല്ലേ? പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ വേറൊരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാം. ചേട്ടനുള്ളപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറയും വേണ്ട, അവിടെ തന്നെ താമസിക്കാം. എന്നെ ഒരു സ്ഥലം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി ഓടുകയാണ് ചെയ്യേണ്ടത് ആണോ? അവിടെ അല്ല ചേച്ചി അങ്ങനെ ആലോചിച്ചില്ല, മാറി താമസിക്കാം, ഇവിടെ വേണ്ട, കാരണം കേസ് നടത്താൻ എളുപ്പമല്ല. വക്കീൽ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആ കേസ് സ്ഥലം കൊടുത്തിട്ട് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും മാറുക. അവർ അത്രമാത്രം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൊടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും മാറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് വേറെ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മളിവിടുന്ന് മാറുന്നില്ല, നമ്മളായിട്ട് ഒരു തെറ്റും വരുത്തിയിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറുന്നില്ല. നമ്മളത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ നമുക്കത് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ഇല്ല അതാണ് ചില നമ്മളെ തലമുറയുടെ മേഖലയിൽ ചില ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളുടെ മേലുണ്ടാവും. നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ, കൃപയുള്ളവനാണോ, അവിടെ നിന്ന് എല്ലാ ശക്തിയും പോകും. എല്ലാ പിശാചുകളും ക്രിസ്ത്യാനി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാ പിശാചുകളും ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് വരികയല്ല ചെയ്യുന്നത്. അല്ലേ ലിയ?